നല്ല ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മൂന്നാമത്തെ നിയമം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അധികം എക്സാമിന് ചോദിക്കുന്ന ഇതാണ്. ഒന്നുകിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, കിട്ടില്ലേ? അപ്പോൾ ഈ നിയമപ്രകാരം പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. മക്കളെ, കാർബൺ ഓക്സൈഡുമായി കമ്പയർ ചെയ്താലേ എന്തെല്ലാം കിട്ടും? കാർബൺ മോണോക്സൈഡ് ഇട്ടാൽ ഇങ്ങനെ കമ്പയർ ചെയ്താൽ, അതേസമയത്ത് കാർബൺ ഓക്സൈഡുമായി കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇക്വേഷൻ ആവശ്യമില്ല. അതായത് കാർബൺ ഓക്സൈഡുമായി കമ്പയർ ചെയ്താൽ ഉണ്ടാകുന്ന രണ്ട് ഓക്സൈഡ് ഇതൊക്കെയാണ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. മനസ്സിലായോ? ഹൈഡ്രജൻ ഓക്സൈഡുമായി കമ്പയർ ചെയ്താൽ ഒന്നാണ് H2O വാട്ടർ, രണ്ടാമത്തെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. അങ്ങനെ മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഈ ഉദാഹരണം പിന്നെ ഇനി വെറുതെ നൈട്രജൻ ഓക്സൈഡൂടെ കമ്പയർ ചെയ്തെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എങ്ങനെയാണെന്നും പറയണ്ട. എന്തൊക്കെ ഉണ്ടാവാം? NO ഉണ്ട്, NO2 ഉണ്ട്, NO3 ഇല്ല കേട്ടോ. നിങ്ങൾ ചില ആൾക്കാരെ NO3 വിചാരിക്കും. N2 ഉണ്ട്, N2O3 ഉണ്ട്, N2O4, N2O5. കോമ്പൗണ്ടിൻ്റെ എണ്ണത്തിൻ്റെ പ്രശ്നമില്ല, പക്ഷേ അതിൽ ആ രണ്ട് എലമെൻറ്റേ ഉണ്ടാകാൻ പാടുള്ളൂ. കിട്ടില്ലേ? ഇനി നിങ്ങൾ ഇതിൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ 28 അല്ലേ, 12ഉം 16ഉം. അപ്പോൾ ഇതിൽ കാർബണിൻ്റെ ഓക്സിജൻ റേഷ്യോ പറഞ്ഞേ 12:16. ശരിയാണോ? ഇത് 12:32 അല്ലേ? ശരിക്കും ശ്രദ്ധിക്കേ. അങ്ങനെയാണെങ്കിൽ ഇതിലും 12 ഉണ്ട്, ഇതിലും 12 അല്ലേ കാർബണിൻ്റെ മാസ്? അപ്പോൾ ഓക്സിജൻ്റെ മാസിൻ്റെ റേഷ്യോ എത്ര? രണ്ടിലും 12 ഗ്രാം വീതം കാർബൺ ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ ഓക്സിജൻ്റെ മാസ് എത്ര? പറഞ്ഞോളൂ. ഓക്സിജൻ്റെ മാസ് 16:32 എന്ന റേഷ്യോ അല്ലേ? അത് 1:2 അല്ലേ? ഇതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? അതായത് രണ്ട് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ കാർബൺ ഓക്സിജൻ, രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. ഇത് രണ്ടിലധികം ഉള്ളത്. അത് ഞാനിപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. രണ്ട് കോമ്പൗണ്ട്, അറ്റ്ലീസ്റ്റ് എത്ര കോമ്പൗണ്ട് ഉണ്ടാവണം? 2 കോമ്പൗണ്ട്. മനസ്സിലായോ? രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സ്ഡ് ആക്കുക. ഒരു എലമെൻറ്റ് മാസ് ഫിക്സ്ഡ് ആക്കുക. ഇവിടെ ഏത് എലമെൻറ്റ് മാസ് ഫിക്സ്ഡ് ആക്കിയത്? രണ്ടിലും കാർബൺ 12. എന്നിട്ട് മറ്റേ എലമെൻറ്റിൻ്റെ റേഷ്യോ ബൈ മാസ് കണ്ടുപിടിക്കുക. മറ്റേ എലമെൻറ്റ് ഏതാ? ഓക്സിജൻ. അതിൻ്റെ റേഷ്യോ ബൈ മാസ് കണ്ടുപിടിച്ചില്ലേ? എത്ര? 16:32. അതെത്ര? 1:2. ഇതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? ഇനി ഈ ഉദാഹരണത്തിലേക്ക് പോവാം. രണ്ട് എലമെൻറ്റിൽ കൂടുതൽ, രണ്ട് കോമ്പൗണ്ടിൽ കൂടുതൽ ഇല്ലേ ഇവിടെ? നോക്ക്. ഇത് മക്കളെ നൈട്രജൻ 14 അല്ലേ? 14:16. ഇതോ 14:32. ഇത് രണ്ട് നൈട്രജൻ ആയതുകൊണ്ട് 28:16. ഇതോ 28:48. ഇതോ 28 എത്രയാണ്? 64 അല്ലേ? ഇത് 28 എത്ര? 80. ഓക്കെ. ഇനി ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റ് മാസ് ഫിക്സ്ഡ് ആക്കണം. അപ്പോൾ എത്ര 28 ഉണ്ട്? 1, 2, 3, 4 ഉണ്ട്. അങ്ങനെ ഇത് 2 14 28 ആക്കിയാൽ പോരെ? അപ്പോൾ പറഞ്ഞേ, ഇത് 14:26 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28:32. ഇതോ 28:64. അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാറ്റണേ, അല്ലെങ്കിൽ മറ്റേത് മാറ്റുക. ഇനി ഇതിൻ്റെ എല്ലാറ്റിലും 28 ആയില്ലേ നൈട്രജൻ? അപ്പോൾ ഓക്സിജൻ്റെ റേഷ്യോ ബൈ മാസ് എത്ര വരും? കുറച്ചധികം നമ്പേഴ്സ് വരും. പറഞ്ഞേ, ഞാനിവിടെ എഴുതാം. 32:64:16:48:48 64:80. കണ്ടില്ലേ? ഇതിലെല്ലാം 16 പോകും തോന്നല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ 2:4:1:3:3:4:5. ഇതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? ഇതാണ് ഈ നിയമം. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ വളരെ മെല്ലെ പറയാം. രണ്ട് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് കിട്ടുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സ്ഡ് ആക്കിയാൽ മറ്റേ എലമെൻറ്റിൻ്റെ റേഷ്യോ ബൈ മാസ് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണങ്ങളിലൂടെ ആ നിയമം ഞാൻ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു. അത് ഇംഗ്ലീഷിലൊന്നും എഴുതണം, അത്രേ വേണ്ടൂ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എല്ലാവരും നോട്ടിൽ എഴുതിയേക്കണം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഞാൻ ഒന്നുകൂടെ മെല്ലെ പറയുന്ന സമയത്ത് തന്നെ എഴുതിയെടുക്കണേ. ഇഫ് ടു എലമെൻറ്റ്സ് കമ്പൈൻ, അങ്ങനെ പഠിക്കണം. കമ്പൈൻ ടു ഫോം two or more compounds, a fixed mass of one of the element which combines with
different masses of the other. Which combines with different masses of the other, bear a simple whole number ratio. Different masses of the other bear തന്നെ ആയിരിക്കും, bear a simple whole number ratio. എല്ലാവരും എഴുതിയോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. If two elements combine to form two or more compounds, a fixed mass of one of the element which combines with different masses of the other bear a simple whole number ratio. ഓക്കെ, പരീക്ഷയ്ക്ക് എന്നെ ചോദിക്കുന്നത് അറിയോ? ഹൈഡ്രജനും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ 2019 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞങ്ങൾ വളരെ നീറ്റായി ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ H2Oയും H2O2 ഉണ്ടാവുന്നു. ഇത് ഏത് നിയമമാണ് അനുസരിക്കുന്നത്? ഉത്തരം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. പഠിച്ചോ? സ്റ്റേറ്റ് ദി ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇത് എഴുതുക. അതിനുശേഷം ഈ നിയമം ആരാണ് പ്രപ്പോസ് ചെയ്തത്? അപ്പോൾ പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് പറയണേ, ഡാൾട്ടൺ. ആരാണ്? പ്രപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ഓക്കെ, പ്രപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഐഡിയ ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവർക്കും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ക്ലിയർ ആയി വിചാരിക്കണേ. ഇനി രണ്ട് നിയമങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ പറയുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിയാണ്. എന്താ പറയുക? ഗേ-ലുസാക്സ് ലോ ഓഫ് gaseous വോളിയം അല്ലെങ്കിൽ കമ്പൈനിങ് വോളിയം. ഗ്യാഷ്യസ് വോളിയം അല്ലെങ്കിൽ കമ്പൈനിങ് വോളിയം. ഇതേ ഞാനിവിടെ പറയുന്ന എക്സാമ്പിൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ, ഹൈഡ്രജൻ ഒരു ഗ്യാസാണ്, ക്ലോറിൻ ഒരു ഗ്യാസാണ്, H2 + Cl2. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ HCl കിട്ടും. ഇത് ചെറിയൊരു മോൾ കൺസെപ്റ്റ് ആവശ്യമുണ്ട്. ഹൈഡ്രജൻ ഇത് 22.4 ലിറ്ററാണ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തെങ്കിൽ ക്ലോറിൻ എത്ര വേണം? 22.4 ലിറ്റർ വേണം. അപ്പോൾ ഇത് 44.8 ലിറ്റർ കിട്ടൂലേ HCl? ഈ നിയമം ബാധകമാകണമെങ്കിൽ റിയാക്റ്റൻസ് നിർബന്ധമായും ഗ്യാസ് ആയിരിക്കണം. പ്രോഡക്റ്റ് ഗ്യാസ് ആണെങ്കിൽ പ്രോഡക്റ്റ് കൂടി ആ നിയമത്തിൻ്റെ പരിധിയിൽ വരും. അല്ലെങ്കിൽ ഈ ഹൈഡ്രജനും ക്ലോറിനും മാത്രമേ നിയമത്തിൻ്റെ പരിധിയിൽ വരൂ കേട്ടോ. ഇവിടെ പ്രോഡക്റ്റും ഗ്യാസ് ആയതുകൊണ്ട് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. മക്കളെ പറഞ്ഞേ, ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ഹൈഡ്രജനും ക്ലോറൈഡിൻ്റെയും വോളിയത്തിൻ്റെ അതായത് വ്യാപ്തത്തിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? പറഞ്ഞേ, 22.4:44.8 അല്ലേ? അതായത് വോളിയം ഓഫ് ഹൈഡ്രജൻ ഈസ് ടു വോളിയം ഓഫ് ക്ലോറിൻ ഈസ് ടു വോളിയം ഓഫ് HCl ഈക്വൽ ടു ഇത് കിട്ടൂലേ? അത് സിംപ്ലിഫൈ ചെയ്താൽ 1:1:2 കിട്ടൂലേ? ഇതാണ് ഈ നിയമം. കിട്ടില്ലേ? അപ്പോൾ ഞാൻ ഈ നിയമം ബോർഡിൽ എഴുതുന്നുണ്ട്. ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതിയാൽ മതി. whenever gases combine to form gaseous products ഇതെയോ? gaseous products, a simple ratio exists between volumes of gaseous reactants as well as gaseous products under similar conditions of temperature and pressure. ഈ നിയമം നിങ്ങൾക്ക് ഏത് തരത്തിൽ എഴുതാട്ടോ. ആ നിയമത്തിൻ്റെ നിയമം എന്താണോ അത് വരുന്ന സെൻറ്റൻസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഏത് തരത്തിലും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, എന്താണ്? whenever gases combine to form gaseous products, a simple ratio exists between volumes of ഏത്
gaseous reactants as well as gaseous products under similar conditions of temperature and pressure. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാഷ്യസ് പ്രോഡക്ട്സ് അല്ലെങ്കിലും നിയമം ബാധകമാണ് കേട്ടോ. പക്ഷേ ഗ്യാസിന് മാത്രമേ ഈ റേഷ്യോ ശരിയാവും. മനസ്സിലായോ? ലിക്വിഡായി മാറിക്കഴിഞ്ഞാൽ ആ വോളിയത്തിൻ്റെ റേഷ്യോ ശരിയാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം എക്സാമിന് അഥവാ ചോദിക്കുകയാണെങ്കിൽ എഴുതിക്കൂടെ? ഓക്കെ, ഞാൻ എക്സാമ്പിൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി 5ാമത്തെ നിയമമാണ് അവോഗാഡ്രോ നിയമം. ഒക്കെ ജസ്റ്റ് പേരിന് എഴുതാനേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോൾ 11ാം ക്ലാസ്സിലത്തെ ബോർഡ് എക്സാം ചോദിക്കാറില്ല കേട്ടോ. അവോഗാഡ്രോ നിയമം എല്ലാവർക്കും അറിയില്ല. അവോഗാഡ്രോ നിയമം അറിയാലോ? അവോഗാഡ്രോ നിയമം എന്താണ്? പറയ്. 22.4 ലിറ്റർ അല്ലേ മോളാർ വോളിയം നമ്മൾ പഠിച്ചത്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും 1 മോൾ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? അത് ഹൈഡ്രജൻ ആയാലും 1 മോൾ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ തുല്യ വ്യാപ്തമാണെങ്കിൽ അത് എല്ലായ്പ്പോഴും തുല്യ മോളിക്യൂൾസ് ഉണ്ടാവും. പക്ഷേ ഏത് സെയിം ആയിരിക്കണം? ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിരിക്കണം. മനസ്സിലായോ? ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ, ഈക്വൽ വോളിയം ആണെങ്കിൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇതാണ് ഏത് നിയമം? അവോഗാഡ്രോ നിയമം. ഇപ്പോൾ പണ്ട് പഠിച്ച നിയമം അതുപോലെ ഒന്നും കൂടെ എടുത്ത് കറക്റ്റായി എഴുതിയെടുക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈക്വൽ വോളിയംസ്, തുല്യം, ഈക്വൽ എന്ന് പറഞ്ഞാൽ തുല്യല്ലേ? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കേട്ടില്ലേ? ഗ്യാസ് വലുതാണോ ചെറുതാണോ ഒന്നും നോക്കേണ്ടത്. അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് എഴുതിയോ? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ മക്കളെ, ഇനി ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ്. അത് തന്നെ പറയട്ടെ. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. നമ്മളെ ബോർഡ് എക്സാമിൽ 2019 ചോദ്യങ്ങൾക്ക് ചോദിച്ചിട്ടില്ല ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്താണ്. കാരണം പ്രിലിമിനറി ആയതുകൊണ്ട് എന്നാലും പഠിക്കണം. കാരണം 2020 ചോദിച്ചെങ്കിലോ കേട്ടോ. 2019 ചോദിച്ചിട്ടില്ല, അല്ലെ 20 ചോദിച്ചിട്ടില്ല പറഞ്ഞാൽ 21 ചോദിച്ചെങ്കിലോ കേട്ടില്ലേ? അപ്പോൾ ഞാനതിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്, ഇത് പുസ്തകത്തിലുള്ള ഡാൾട്ടൻ്റെ തിയറിയാണ്, അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ എഴുതിയതാണ്. ഓക്കെ, സെൻറ്റൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. 1, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. മാറ്റർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മലയാളത്തിൽ ദ്രവ്യം എന്നല്ലേ പറയില്ലേ? അതെ. മാറ്ററിൽ എന്താ അടങ്ങിയിരിക്കുന്നത്? ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആറ്റങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? ഒരു ആറ്റത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഒരു മോളിക്യൂളിനെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആറ്റങ്ങളാക്കി ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഒരു ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റങ്ങളെ കൊണ്ടാണ് മാറ്റർ നിർമ്മിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ലേ? ശരിക്ക് ആറ്റങ്ങളെ കൊണ്ടല്ല, മോളിക്യൂളുകളെ കൊണ്ടാണ് ശരിക്കും നിർമ്മിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അത് തെറ്റാണെങ്കിലും നിങ്ങൾ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല പറയേണ്ട. എന്താണ്? മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. 2, all the atoms of a given element have identical properties including identical mass. ഒരു എലമെൻറ്റ്, ഇപ്പോൾ ഓക്സിജൻ എന്ന എലമെൻ്റ് അല്ലേ, ആ ഓക്സിജൻ എന്ന എലമെൻറ്റ് എത്ര ഗ്രാം എടുത്താലും അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെങ്കിലും അതിന് ഒരേ സ്വഭാവമായിരിക്കും. അത് മാത്രം, അതിൻ്റെ മാസ് സെയിം ആയിരിക്കും. മനസ്സിലായത്? ഓൾ ദി ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെൻറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവം, ഇൻക്ലൂഡിങ് ഐഡൻറ്റിക്കൽ മാസ്. മനസ്സിലായില്ലേ? ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ മാസ്. വ്യത്യസ്ത മൂലകങ്ങളാണെങ്കിൽ അതിന് മാസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്സിജൻ്റെ മാസ് ആയിരിക്കുമോ കാർബണിന്? അല്ല. മനസ്സിലായോ? ഇപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് എല്ലാവരും എഴുതിയല്ലോ. ഓക്കെ, മൂന്നാമത്തത് compounds are formed when atoms of different elements. എത്ര പേര് എഴുതി? compounds are formed when atoms of different elements combine in a fixed ratio. ക്ലിയർ ആയില്ലേ? ഇപ്പം നമ്മൾ ഒരു കോമ്പൗണ്ട് അല്ലേ വാട്ടർ, അതിൽ ഹൈഡ്രജൻ ഓക്സൈഡ് ഉള്ളത് ഏത് റേഷ്യോയിലാണ് ഹൈഡ്രജൻ ഓക്സൈഡും കമ്പൈൻ ചെയ്താൽ വാട്ടർ ഇട്ട്? 2:16. ആ ഫിക്സ്ഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടൂ? മനസ്സിലായോ? അത് വാട്ടർ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. ഓക്കെ, അടുത്ത് നോക്കുക. കെമിക്കൽ റിയാക്ഷൻസ് കെമിക്കൽ റിയാക്ഷൻ എന്ന രാസപ്രവർത്തനങ്ങളില്ലേ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ റീഓർഗനൈസേഷനാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? ആറ്റങ്ങളുടെ
റീഓർഗനൈസേഷനാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ NaOH AgNO3 റിയാക്ട് ചെയ്യുന്നു. NaOH അല്ലെങ്കിൽ NaCl ഓട്ടെ, NaCl ആയിക്കോട്ടെ, ഉപ്പ് എളുപ്പത്താവട്ടെ. AgNO3 സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുന്നു. നമുക്കെന്താ കിട്ടുക? AgClഉം NaNO3 അല്ലേ കിട്ടിയത്. ഇതിൽ ആറ്റങ്ങളുടെ റീഓർഗനൈസേഷൻ അല്ലേ നോക്കിയേ. ഇവിടെ ഉണ്ടായിരുന്ന NAയുടെ കൂടെ Cl ഉണ്ടായത്, ഇപ്പം ആ NAയുടെ കൂടെ ആരായുള്ളത്? നൈട്രജൻ ആ NO3 ഗ്രൂപ്പായി. അതേസമയത്ത് ഈ Agയുടെ കൂടെ NO3 ഉണ്ടായത് മാറിയിട്ട് ഏതായി? Cl ആയി. അപ്പോൾ റീഓർഗനൈസേഷൻ ഓഫ് ഏത് പറയേ? കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ദീസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദീസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എന്താ അതിൻ്റെ അർത്ഥം? അത് പുതുതായി ഉണ്ടാവുന്നുമില്ല, അതുപോലെ എന്ത് ചെയ്യില്ല, നശിക്കുന്നുമില്ല. ഉണ്ടോ നോക്കിയേ, ഈ എക്സാമ്പിൾ നോക്കിയേ. ഓക്കെ, അപ്പോൾ ഡാൽട്ടൻ്റെ ആറ്റമിക് തിയറി ഒന്ന് എഴുതി വെച്ച് പഠിക്കും കേട്ടോ. ഓക്കെ.